വാട്സപ്പിൻ്റെ ക്ലൗഡ് ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വാബി സോഫ്റ്റ്വെയറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെയുള്ള പ്രോസസ്സുകളെല്ലാം തന്നെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങോട്ട് വരുന്ന കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലേസും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, കസ്റ്റമേഴ്സിന് ബൾക്കായിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുക, ആ മെസ്സേജുകളിൽ ക്ലിക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള മറുപടികൾ ഓട്ടോമേറ്റഡ് ആയിട്ട് നൽകുക, കസ്റ്റമറെ എത്തുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ കളക്ട് ചെയ്യാനും, അതുപോലെ തന്നെ കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിശ്ചിത ഇൻ്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുക, കസ്റ്റമറെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് ചെയ്യുക, മറ്റു സോഫ്റ്റ്വെയർസുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുക തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആർക്കും അനായാസം ചാറ്റ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിഷ്വൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചാറ്റ് ബോർഡ് ബിൽഡറിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം നമുക്ക് ഇത്തരത്തിലുള്ള ചാറ്റുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഇൻപുട്ട് കസ്റ്റമർ തരുന്ന സമയത്ത് കസ്റ്റമർക്ക് എന്താണ് നമ്മൾ റീപ്ലൈ കൊടുക്കേണ്ടതെന്നുള്ളത് ഇത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിന് ശേഷം ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല ബട്ടൺ ഉൾപ്പെടെയുള്ള മെസ്സേജാണ് കൊടുക്കേണ്ടതെങ്കിൽ അതും നമുക്ക് ഇത്തരത്തിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ലിസ്റ്റ് മെസ്സേജ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി സീക്വൻസ് ആയിട്ട് ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ അതിനുശേഷം കസ്റ്റമർക്ക് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ കളക്ട് ചെയ്യാം. കസ്റ്റമർക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉത്തരങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത ടൈപ്പിലുള്ള ബോട്ടുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യക്തമായൊരു സബ്സ്ക്രൈബർ മാനേജ്മെൻറ്റ് സംവിധാനവും ഇതിൽ അവൈലബിൾ ആണ്. ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും വ്യത്യസ്ത രീതികളിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനും വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബോട്ട് ഫ്ലോസ് കസ്റ്റമർക്ക് കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ ഓരോ കസ്റ്റമർക്കും ഓരോ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത ലേബലുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ തന്നെ ഈ ഒരു പാനലിൽ നിന്ന് സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റമർക്ക് നോട്ട്സ് ആഡ് ചെയ്യാനും അവരെ സേവ് ചെയ്യാനും ഒക്കെയുള്ള വ്യത്യസ്ത ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം തന്നെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളതായാലും അല്ലാത്തതായിരുന്നാലും നമുക്ക് ലൈവ് ചാറ്റ് സംവിധാനത്തിൽ കാണാൻ സാധിക്കും. കസ്റ്റമറുടെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതും കസ്റ്റമർ എന്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതും അതുപോലെ ഒരു നിശ്ചിത ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറെ മറ്റൊരു കാറ്റഗറിയാക്കി മാറ്റുന്നതും അതുപോലെ നോട്ട്സ് ആഡ് ചെയ്യുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലൈവ് ചാറ്റ് സംവിധാനവും സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. ഇനി ഈ ഒരു കാര്യങ്ങൾ കൂടാതെ നോട്ടിഫിക്കേഷൻസ് അയക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോഷണൽ മെസ്സേജസ് അയക്കുന്നതിന് വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് സംവിധാനങ്ങളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമർ കെയർ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെരിഫിക്കേഷൻ OTPയും കാര്യങ്ങൾ അയക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമർ ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ ബിസിനസ്സിനും യോജിച്ച ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിനെ പല രീതിയിൽ യൂസ് ചെയ്യാം. ഇത്തരത്തിലും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് വാട്സപ്പിൽ നിന്നുള്ള സംവിധാനമാണ് വാട്സപ്പിൻ്റെ ബിസിനസ് പ്ലാറ്റ്ഫോം. നോർമലായിട്ടുള്ള വാട്സപ്പ് ബിസിനസ് ആപ്പ് യൂസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. വാട്സപ്പ് ബിസിനസ് പ്ലാറ്റ്ഫോമിൽ വാട്സപ്പിന് ഒരു പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ബിസിനസ് നോട്ടബിൾ ആണെങ്കിൽ ഒരു വെരിഫിക്കേഷൻ ടിക്ക് മാർക്കും ഡിസ്പ്ലേ നെയിമും നമുക്ക് ലഭിക്കുകയും അതിൽ നിന്നും മെസ്സേജ് അയക്കാനും സാധിക്കും. ഇതിലൂടെ നടക്കുന്ന ഓരോ കോൺവെർസേഷനും വാട്സപ്പിന് പേയ്മെൻറ്റ് കൊടുക്കണം. ഇത് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നിലവിൽ വാട്സപ്പില്ലാത്തൊരു നമ്പർ വേണം. ബിസിനസ് ഡീറ്റെയിൽസും GST രജിസ്ട്രേഷനും പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഡെബിറ്റ് കാർഡും ആവശ്യമാണ്. വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷനും വാട്സപ്പിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷനും കൂടാതെ മൂന്നാമതായിട്ട് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ബിസിനസ് പ്ലാറ്റ്ഫോം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ബിസിനസ്സിനും പല രീതികളിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. റെസ്റ്റോറൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് മെനൂസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വരുന്ന ഓരോ കസ്റ്റമറും ഓട്ടോമേറ്റഡ് ആയിട്ട് അവരുടെ ഫോളോവേഴ്സായിട്ട് മാറും. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കുന്നതിന് മറ്റ് ബിസിനസ്സുകൾക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇതിന് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലൊരു സംവിധാനം വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ എത്തുന്ന ഒരു ഒഫീഷ്യൽ API എടുത്ത് വാബി സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും.